Hello dear students, welcome to KMH classes. +1 ഫിസിക്സ് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിരുന്നു. ഓരോ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയൊക്കെയാണ്, ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് 60 മാർക്കിനെ 6 ക്ലാസ്സുകളാക്കി തിരിച്ചുകൊണ്ട് ഓരോ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ആദ്യത്തെ 3 ചാപ്റ്ററുകളിൽ നിന്നായി 9 മാർക്കിനുള്ള പ്രധാനപ്പെട്ട ചില ടോപ്പിക്കുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതെല്ലാമാണ് റിപ്പീറ്റഡായി വരുന്ന ചോദ്യങ്ങൾ, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഏരിയ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡിൽ നിന്നും വെറും 1 മാർക്കിനാണ് ചോദ്യം ചോദിക്കാറുള്ളത്. ആ 1 മാർക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം. വളരെ ഷോർട്ടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറയുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ആകെ ചോദ്യങ്ങൾ വരുന്നൊരു ഏരിയ ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, പ്രകൃതിയിൽ കാണപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 ഫണ്ടമെൻ്റലായ ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന ഈ ഓർഡർ തന്നെയാണ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത്. ഈ 4 ഫോഴ്സിൻ്റെയും ആ സ്ട്രെങ്ത് കൂടി വരുന്ന ഓർഡർ. ഫസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടും. ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഏതാണ്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ദെൻ അതിൻ്റെ ഇൻക്രീസിങ് ഓർഡറോ ഡിക്രീസിങ് ഓർഡറോ ഒക്കെ 3ഓ 4ഓ തന്നിട്ട് ആക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതിന് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ടത് ഈ ഓർഡറാണ്, സ്ട്രെങ്ത് കൂടി വരുന്ന ഈ ഓർഡർ. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട 1-2 പോയിന്റുകൾ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അട്രാക്റ്റീവ് ഫോഴ്സാണ്, മാസ് കാരണമുള്ള, മാസസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യുമെന്നുള്ളതാണ്. ദെൻ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ന്യൂക്ലിയസിൽ നിന്ന് ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ മാത്രം, ബീറ്റ എമിഷൻ പോലെയുള്ള ന്യൂക്ലിയർ റിയാക്ഷൻ നടക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലായതുകൊണ്ട് അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ദെൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, ആ പേരിലുണ്ട്, ചാർജാണ് അതൊരു കാരണം ചാർജ് ഉണ്ടാകുമ്പോൾ ഇലക്ട്രിസിറ്റി ഉണ്ടാവും, അത് ഫ്ലോ ചെയ്യുമ്പോൾ മാഗ്നറ്റിസം ഉണ്ടാവും. അതൊരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. അത് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഒബേ ചെയ്യും. ദെൻ ലാസ്റ്റ് വൺ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്, ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും തമ്മിൽ ബൈൻഡ് ചെയ്ത് നിർത്തുന്ന ആ ഫോഴ്സാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അത് ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്, സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സാണ്. അത് അട്രാക്റ്റീവ് ആണോ റിപ്പൾസീവ് ആണോ നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം അത് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി നിങ്ങൾ ഏറ്റവും പ്രധാനമായും പഠിക്കേണ്ട ഏരിയ ഇതൊക്കെയാണ്. യൂണിറ്റ്സ്, പ്രത്യേകിച്ചും SI സിസ്റ്റത്തിലുള്ള യൂണിറ്റുകൾ ഏതൊക്കെ? ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതിൻ്റെ യൂണിറ്റ്, ലുമിനസ് ഇൻറ്റൻസിറ്റി യൂണിറ്റ്, കാൻഡില, അത് പ്രത്യേകമായിട്ട് പഠിച്ചു വെക്കുക. ദെൻ അതിൽ തന്നെ 2 സപ്ലിമെൻ്ററി യൂണിറ്റുകളുണ്ട്, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. പ്ലെയിൻ ആംഗിളിൻ്റെ റേഡിയനും സോളിഡ് ആംഗിളിൻ്റെ സ്റ്റിറേഡിയൻ എന്നുള്ള യൂണിറ്റ്. ദെൻ അതിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസായ മാസ്, ലെങ്ത്, ടൈമുമായി ബന്ധപ്പെട്ട കുറച്ചധികം കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലെങ്ത്, ഡിസ്റ്റൻ്റ് ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പാരലാക്സ് മെത്തേഡ് പഠിച്ചു വെക്കുക. ദെൻ ലെങ്ത്തുമായി ബന്ധപ്പെട്ട അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, പാർസക്ക് പോലെയുള്ള യൂണിറ്റുകളും പരിചയപ്പെടുക. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ഡയമെൻഷണൽ അനാലിസിസ്. നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ അപ്ലിക്കേഷൻസ് 3 എങ്ങനെയൊക്കെയാണ്. ദെൻ പ്രോബ്ലം വരുന്ന മറ്റൊരു ഏരിയ എറർ, റിലേറ്റീവ് എററും പെർസെൻറ്റേജ് എററുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. ദെൻ 1 മാർക്കിനൊക്കെ വരുന്ന ചോദ്യം സിഗ്നിഫിക്കൻറ്റ് ഫിഗർ എങ്ങനെ കണ്ടെത്താമെന്നുള്ളത് എളുപ്പമുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കിതിൽ വന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഈ ഒരു ഭാഗം ക്ലിയർ ചെയ്യാം. അപ്പോൾ യൂണിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നിങ്ങൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില യൂണിറ്റുകൾ പഠിച്ചു വെക്കുക. പ്രത്യേകിച്ച് അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ലൈറ്റ് ഇയർ, 1 ആങ്സ്ട്രോം, 1 ഫെർമി. അതുപോലെ തന്നെ വളരെ ലെങ്ത്ത് കുറവുള്ള, സൈസ് കുറവുള്ള ഇത് മെഷർ ചെയ്യാനുള്ള വെർനിയർ കാലിപ്പേഴ്സ്, സ്ക്രൂ ഗേജിൻ്റെയൊക്കെ ആ റെസൊല്യൂഷനും കൂടെ പഠിച്ചു വെക്കും. ഇനി നമുക്ക് പറയാനുള്ളത് ഡയമെൻഷണൽ അനാലിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നിങ്ങൾക്ക് മാസിലും ലെങ്ത്തിലും ടൈമിലും റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന, MLT എഴുതാൻ പറ്റുന്ന ഡയമെൻഷണൽ ഫോർമുല അല്ലെങ്കിൽ ഡയമെൻഷണൽ ഇക്വേഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് വെലോസിറ്റി എന്ന് തന്നു കഴിഞ്ഞാൽ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എങ്ങനെ കണ്ടെത്താം? അത് നിങ്ങൾക്ക് എന്തറിയണം? വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്നാണ്. ഡിസ്പ്ലേസ്മെൻ്റ് ആയാലും ഡിസ്റ്റൻസ് ആയാലും ഒക്കെ അതൊരു ലെങ്ത്താണ്. അപ്പോൾ ഇതിലൊരു ലെങ്ത് ഉണ്ട്, L⁻⁴. ഇനി ഇതിൽ പ്രത്യേകിച്ച് മേലെ ഒന്നുമില്ല, താഴെയുള്ളത് ഒരു ടൈമാണ്. അപ്പോൾ ടൈമിന് വീണ്ടും T⁻⁴, താഴെയാണുള്ളത്, ഒരു ടൈം ഉള്ളതുകൊണ്ട്. സോ ഇതിനെ മേലേക്ക് കൊണ്ടുപോയാൽ L⁻⁻⁻⁴. ഇവിടെ 1 ആയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എഴുതുന്നില്ല. ഇതാണ് വെലോസിറ്റിയുടെ ഡയമെൻഷണൽ ഇക്വേഷൻ.
ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ചോദ്യങ്ങൾ വരാറുള്ളത് ഇതുപോലെയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡയമെൻഷൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടുള്ള 3 അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് നോക്കാം. ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ, ഡയമെൻഷണലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും ക്വസ്റ്റ്യൻ പേപ്പറിൽ mv² = mgh. ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആദ്യം ഇതിലുള്ള ഓരോ ടേംസും അറിയണം. അറിയാത്തതുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും അത് എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ നോക്കാം. m മാസ് ആണ്, v വെലോസിറ്റി ആണ്, അഗെയിൻ മാസ്, g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, h ഹൈറ്റ്. അപ്പോൾ നമുക്ക് പരിചിതമായിട്ടുള്ളത് മാത്രമേ ഈ ക്വസ്റ്റ്യനിലുള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾ എന്താണെന്നായിരിക്കും ഇതിലെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എപ്പോഴും ഉണ്ടാവുക. ഒരു ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കേണ്ട ഒരു പ്രിൻസിപ്പിളാണ് ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ. പല പ്രാവശ്യവും എക്സാമിന് ചോദിച്ചിട്ടുള്ളതും കൂടെയാണ്. അതെന്താണെന്ന് എഴുതി വെക്കാൻ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് ആദ്യം പഠിച്ചു നോക്കാം. ഒരു ഹോമോജീനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ളയും റൈറ്റ് ഹാൻഡ് സൈഡിലുള്ളയും ടേമുകൾ ഓരോരോ ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല, ഈ ഒരു ടേമിൻ എന്ത് പൊസസ് ചെയ്യണം? സെയിം MLT, സെയിം ഡയമെൻഷണൽ ഫോർമുല പൊസസ് ചെയ്യണം. നമുക്ക് നോക്കാം ഇതിൻ്റെ MLTയും ഇതിൻ്റെ MLT ഒന്നാണെങ്കിൽ അത് ഡയമെൻഷനലി കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് mv²ൻ്റെ MLT ഇതാ m ഒരു മാസ് ഉണ്ട്, ഞാൻ m എഴുതി. ദെൻ വെലോസിറ്റിൻ്റെതാണ്. വെലോസിറ്റിൻ്റെ നമ്മൾ ആൾറെഡി നേരത്തെ കണ്ടിരുന്നു, Lt⁻⁻1. തീർന്നില്ല, vക്ക് സ്ക്വയർ ഉണ്ട്. ഓക്കെ, അഗെയിൻ മാസിന് ഒരു m എഴുതി, വെലോസിറ്റിക്ക് Lt⁻⁻1 ആണ്, അതിന് സ്ക്വയർ ഇട്ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? m ഇവിടെ ഉണ്ട്, L² T⁻⁻1 ഹോൾ സ്ക്വയർ, സോ T⁻². അപ്പോൾ mv² കിട്ടി. ശ്രദ്ധിക്കുക, mL² T⁻². ഇനി നമുക്ക് ഏതാ ചെയ്യേണ്ടത്? mgh-ൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ എന്താ നോക്കാം. എഗെയിൻ m ഉണ്ട്, ഒരു m കൊടുത്തു. g ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം Lt⁻². ദെൻ h എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് ആണ് അല്ലേ, സോ എഗെയിൻ ഒരു ലെങ്ത്. അപ്പോൾ എന്തുണ്ട്? L ഇവിടെ ഒന്നുണ്ട്, ഇവിടെ 2, mL² T⁻². സോ ഈ രണ്ട് ഇക്വേഷൻ ചെക്ക്, mL² T⁻², അഗെയിൻ mL² T⁻². രണ്ട് ഡയമെൻഷണൽ ഇക്വേഷൻ കറക്റ്റാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഇക്വേഷൻ ഡയമെൻഷണലി കറക്റ്റാണ്. ആക്ച്വലി ഈ ഇക്വേഷൻ കറക്റ്റ് അല്ല. ഡയമെൻഷനലി എന്ന് പറഞ്ഞാൽ MLT രണ്ടും കറക്റ്റാണ്. ആക്ച്വലി ഇവിടെ ഹാഫ് mv² mgh ആണെങ്കിൽ അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്കിനി പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് ഡയമെൻഷനലി നിങ്ങളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രമാത്രം ചെക്ക് ചെയ്താൽ മതി, കറക്റ്റ്. രണ്ടിൻ്റെയും MLT കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എങ്കിൽ ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ക്വസ്റ്റ്യൻ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡയമെൻഷണൽ അനാലിസിസിൻ്റെ ആപ്ലിക്കേഷനാണ് ടു ഡിറൈവ് ആൻ ഇക്വേഷൻ. നേരത്തെ പറഞ്ഞത് ഒരു ഇക്വേഷൻ നിന്നിട്ട് അത് കറക്റ്റാണോ അല്ലയോ ചെക്ക് ചെയ്യാൻ. ഇപ്പം എന്താണ്? ഒരു ഇക്വേഷൻ തന്നെ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സ്ഥിരമായിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് കാണാം. ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം ഡിപ്പെൻഡ്സ് ഓൺ മാസ്, ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അങ്ങനെയാണെങ്കിൽ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ ക്യാപിറ്റൽ T കാണാനുള്ള ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ തന്നിട്ടുള്ള പാരാമീറ്റേഴ്സ്, അതായത് എന്താണോ കാണേണ്ടത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റേഴ്സ് ഇതുപോലെ എഴുതുക. പ്രൊപ്പോർഷണൽ ടു ടൈം പീരീഡ്, പ്രൊപ്പോർഷണൽ ടു ഡിപ്പെൻഡ്സ് ഓൺ മാസ്, then എന്താ പറഞ്ഞത്? ലെങ്ത്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് അറിയില്ല. സോ തൽക്കാലം ഞാൻ T = K, ഏതോ ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഇതിൻ്റെ പവർ എന്തുമാവാം, കാരണം ഒരു ഇക്വേഷൻ ആണല്ലോ. സോ തൽക്കാലം നമുക്ക് അറിയാത്തതുകൊണ്ട് m⁻⁴, L⁻⁵ ആൻഡ് g⁻⁶ എന്ന് കൊടുക്കുന്നു. ഏതുമാവാം. ഇനി നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് ടൈം പീരീഡ് എന്നുള്ള അതിൻ്റെ ഡയമെൻഷണൽ അനാലിസിസ് ആണ്. അത് T തന്നെയാണ്. സോ ഇവിടെയുള്ള T⁻1 MLTയിലെ T⁻1 അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം m0 L0 T⁻1 എന്നുള്ള അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും.
അതിൻ്റെ ഇക്വേഷനും ഉണ്ടാവുക, ഹോമോജിനിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ മാസ്സാണുള്ളത്, മാസ് ഒന്നേ ഉള്ളൂ, അപ്പോൾ m⁻a. ദെൻ ലെങ്ത്തും ഇവിടെ ഒന്നേ ഉള്ളൂ, l⁻b. പക്ഷേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ l⁻⁻2 എന്നുള്ള ഒരു ഡയമെൻഷൻ ഉണ്ടാവും. അതിൻ്റെ പവറാണ് c. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി l⁻⁻2. നമുക്കിതൊന്ന് ഒരുമിച്ച് എഴുതാം. m⁻a, l⁻b. ഇവിടെ എന്തുണ്ടാവും? l⁻c കൂടെ ഉണ്ടാവും. സോ l⁻c, ദെൻ t⁻⁻2c. ഇത് ചെയ്ത് കഴിഞ്ഞാൽ t⁻⁻2c. അഗെയിൻ ഒന്ന് കൂടെ ഷോർട്ടാക്കിയാൽ m⁻a, l⁻b+c ആൻഡ് t⁻⁻2c. ക്ലിയർ? അതായത് m⁻0, l⁻0, t⁻1 എന്നുള്ള അതേ ഡയമെൻഷൻ തന്നെയായിരിക്കും ഇവിടെയും പൊസസ് ചെയ്യുക. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാം, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, എമ്മിൻ്റെ പവർ ഇവിടെ a ആണ്, ഇവിടെ എന്താണ് 0 ആണ്. അപ്പോൾ നമുക്കൊന്ന് എന്ത് എഴുതാം? ഇവിടെ എമ്മിൻ്റെ പവർ 0 ആണ്, ഇവിടെ എമ്മിൻ്റെ പവർ a ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് a = 0. സിമിലർലി ഇവിടെ b+cക്ക് സിമിലർ ആയിട്ട് എന്താ ഉള്ളത്? എല്ലിന് 0 ആണ്. അപ്പോൾ b+c = 0 ആണെങ്കിൽ b = എന്തായിരിക്കണം? -c ആയിരിക്കണം. ഇനിയുള്ളത് ടൈമാണ്. ടൈമിന് ഇവിടെ കാണാൻ നിങ്ങൾക്ക് -2c ആണ്. -2c = ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. സോ c = നമുക്ക് എന്ത് കിട്ടും? -1/2. c -1/2 ആണ്. പക്ഷേ അതിൻ്റെ മൈനസ് ആണ് എന്ത്? b എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. c -1/2. അപ്പോൾ -c എന്ന് പറഞ്ഞാൽ b ആണെങ്കിൽ c എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -b എന്നായിരിക്കും. അപ്പോൾ നമുക്ക് bയും ഇവിടെ തന്നെ ഉടനെ എഴുതാം +1/2. ഇതിൽ നിന്നാണ് കേട്ടോ. c -1/2 ആയതുകൊണ്ട് അതിൻ്റെ മൈനസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മൈനസ് പറഞ്ഞാൽ +1/2. അപ്പോൾ ഒരേ ഡയമെൻഷൻ തമ്മിൽ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എൻ്റെയും ബിൻ്റെയും സിൻ്റെയും വാല്യൂ കണ്ടെത്തി അത് നമ്മൾ ആദ്യത്തെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ മതി. ഇവിടെ എഴുതുന്നു t = k × m⁻a. a എന്താണ്? 0. l⁻b, ബിൻ്റെ വാല്യൂ 1/2. g⁻c -1/2. ക്ലിയർ? അപ്പോൾ എന്താ? t = k × m⁻0 1 ആണ്, അത് എഴുതേണ്ട കാര്യമില്ല. l⁻1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, √l. ദെൻ -1/2നെ താഴെ കൊണ്ടുപോയാൽ ഇങ്ങനെ എഴുതാം, √g. സോ വി ഗെറ്റ് t = k × √l/g. k × √l/gൻ്റെ വാല്യൂ, kൻ്റെ വാല്യൂ ചിലപ്പോൾ തന്നിട്ടുണ്ടാവും. അത് 2π ആണ്. 2π √l/g. ആകെ ചെയ്യേണ്ടത് എന്താണോ ക്വാണ്ടിറ്റി അതിൻ്റെ MLT ഇവിടെ എഴുതുന്നു. തന്നിട്ടുള്ള പാരാമീറ്റേഴ്സിൻ്റെ MLT അതുപോലെ എഴുതിയിട്ട് പവറുകൾ അവിടെ നിർത്തുന്നു. പവറുകൾ തമ്മിൽ കമ്പയർ ചെയ്താൽ അതിൻ്റെ വാല്യൂ, നമുക്ക് എഴുതേണ്ട പവറിൻ്റെ വാല്യൂ കണ്ടെത്താൻ പറ്റും. ദെൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ചോദ്യങ്ങൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എറേഴ്സ്. അക്യുറസി, പ്രിസിഷൻ, എറർ. ആ രീതിയിൽ വേണം പഠിക്കാൻ. അപ്പോൾ അക്യുറസിയും പ്രിസിഷനും, പ്രിസിഷൻ കൂടുമ്പോഴാണ് അക്യുറസി കൂടുക. പ്രിസിഷൻ കൂടുക എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസിനെ സംബന്ധിച്ച് അതിൻ്റെ ലീസ്റ്റ് കൊണ്ട് കൂടുക. അതായത് ഒരു ഡെസിമലിന് ശേഷം എത്രത്തോളം നമ്പറുകൾ എഴുതാൻ പറ്റുമോ അത്രത്തോളം അതിൻ്റെ അക്യുറസി കൂടും. പ്രിസിഷൻ കൂടും, ദെൻ അക്യുറസി കൂടും. അപ്പോൾ ആ ഒരു ഓർഡറും കൂടെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിലെന്തെങ്കിലും ഡീവിയേഷൻ വരുമ്പോഴാണ് എന്തുണ്ടാവുക? എറർ ഉണ്ടാവുക. എറേഴ്സ് പലതരത്തിലുണ്ട്. പേഴ്സണൽ എറർ ഉണ്ട്, ഇൻസ്ട്രുമെൻ്റൽ എറർ ഉണ്ട്, റാൻഡം എറർ ഉണ്ട്. പക്ഷെ മാത്തമാറ്റിക്കലി എറർ കണ്ടെത്തുന്ന രീതിയിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പഠിക്കാനുള്ളത് അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് എറർ. അപ്പോൾ കാര്യമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം വരുന്ന ഏരിയ റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ വെച്ചിട്ടാണ് നമുക്കത് ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ഇങ്ങനെയാണ്. ഒരു ഇക്വേഷൻ തന്നിട്ട് ഇതുപോലെ പവറുകളും ഡിഫറൻറ്റ് പാരാമീറ്റേഴ്സൊക്കെ ഉള്ള ഒരു ഇക്വേഷൻ തന്നിട്ട് ആ ക്വാണ്ടിറ്റിയുടെ റിലേറ്റീവ് എറർ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറർ കണ്ടെത്താൻ പറയും. ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ΔF/f റിലേറ്റീവ് എറർ ഇൻ f = ദെൻ നോക്കുക, ഇത് m × v² എന്നൊക്കെയാണ്. പ്രോഡക്റ്റും ഡിവിഷനും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട റൂൾ ആദ്യത്തെ ക്വാണ്ടിറ്റി എടുക്കുന്നു, ΔM/m, അതിൻ്റെ റിലേറ്റീവ് എറർ എഴുതി. ദെൻ ഇനി പ്ലസ് ആണ് ഇടേണ്ടത്. ഇനി നോക്കുക, v² ഉണ്ട് അടുത്ത് ആക്കുക. അപ്പോൾ ഈ സ്ക്വയർ ഉള്ളതിന് പവർ എന്ത് ചെയ്യുക? ആദ്യം എഴുതുന്നു 2 × ദെൻ അതിൻ്റെ റിലേറ്റീവ് എററായ ΔV/v. എഗെയിൻ പ്ലസ് ആണ്, താഴെയാണെങ്കിലും പ്ലസ് തന്നെയാണ് നിങ്ങൾ ഇടേണ്ടത്. ദെൻ r ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അത് ഇതുപോലെ തന്നെ എഴുതിയാൽ മതി, ΔR/r. ഇതുപോലെ ഏതൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യാം.
സപ്പോസ് എക്സ് ഈക്വൽ ടു എ റൈസ് ടു 4 ബി റൈസ് ടു 3 ആൻഡ് റൂട്ട് സി എന്നൊക്കെയാണെങ്കിൽ ബൈ റൂട്ട് സി എന്നൊക്കെയാണെങ്കിൽ ഇത് ചെയ്യേണ്ടത് ഇതാണ്. ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈക്വൽ ടു ആദ്യത്തെ ആളെടുക്കുന്നതിൻ്റെ പവർ 4 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ പ്ലസ് നെക്സ്റ്റ് പവർ 3 ഡെൽറ്റ ബി ബൈ ബി പ്ലസ് റൂട്ടാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായത് 1/2 ആണ് എടുക്കേണ്ടത് ഡെൽറ്റ സി ബൈ സി. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ അതിൻ്റെ റിലേറ്റീവ് എറർ കണ്ടെത്തേണ്ടത്. പവറുകൾ വരുമ്പോൾ പ്രോഡക്റ്റ് കോഷ്യൻ്റ് റൂൾ വരും. വരാറുള്ളത് നോക്കാം. ഇഫ് ദ പെർസെൻറ്റേജ് എറർ ഇൻ മാസ് ആൻഡ് വെലോസിറ്റി ആർ 4% ആൻഡ് 2% റെസ്പെക്റ്റീവ്ലി ദെൻ വാട്ട് വിൽ ബി ഇറ്റ്സ് റിലേറ്റീവ് പെർസെൻറ്റേജ് എറർ ഇൻ കൈനറ്റിക് എനർജി. മാസുള്ള പെർസെൻറ്റേജിൽ 4%ഉം ദെൻ വെലോസിറ്റിയിലുള്ളത് 2% ആണെങ്കിൽ എന്തായിരിക്കും കൈനറ്റിക് എനർജിയിലുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതാം. ഡെൽറ്റ കെ ബൈ കെ പെർസെൻറ്റേജ് എറർ ഈസ് ഈക്വൽ ടു, അത് നിങ്ങൾക്ക് അതിൻ്റെ ഇക്വേഷൻ ആദ്യം അറിയണം. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയണം. അതെന്താ? ഹാഫ് എം വി സ്ക്വയർ. ദെൻ ഹാഫ് എന്നുള്ളത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് പ്രത്യേകിച്ച് എറർ ഉണ്ടാവില്ല. നിങ്ങൾ എടുക്കേണ്ടത് എം ആണ്. സോ ഡെൽറ്റ എം ബൈ എം ഇൻറ്റു ഹാഫ് എന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് റിലേറ്റീവ് എറർ ഇല്ല. സോ നിങ്ങൾ ആദ്യത്തെ ആൾ എം ഡെൽറ്റ എം ബൈ എം പ്ലസ് നമ്മളെ റൂള് പ്രകാരം 2 ഇൻറ്റു ഡെൽറ്റ വി ബൈ വി. പെർസെൻറ്റേജ് എറർ തന്നെയാണ്, അത് തന്നിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജ് ആണ്? 4 പ്ലസ് 2 ഇൻറ്റു 2. സോ 4 പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 4 ദാറ്റ് ഈസ് 8%. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും കാണാം. അത് നിങ്ങൾ ആദ്യത്തെ റൂൾ തന്നെ പഠിച്ചു വെച്ചാൽ മതി. പ്ലസ് ഇട്ടാണ് എഴുതേണ്ടത്. പ്രോഡക്റ്റും കോഷ്യൻ്റും ഒക്കെ പവർ മാത്രം എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ഉണ്ട് 1 മാർക്കിനൊക്കെ. അത് നിങ്ങൾ കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു ഭാഗം കൂടെ നോക്കി വെക്കുക. ഒരു നമ്പർ തന്നാൽ എങ്ങനെ സിഗ്നിഫിക്കൻറ്റ് ഫിഗർ കണ്ടെത്താം എന്നുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ്. സെക്കൻഡ് ചാപ്റ്റർ. ഇനി നമുക്ക് പെട്ടെന്ന് തേർഡ് ചാപ്റ്ററിലേക്ക് കിടക്കാം. തേർഡ് ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ. 4 മാർക്കിനാണ് സാധാരണ ഇതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുള്ളത്. മോഷനാണ്. അപ്പോൾ മോഷനിൽ നിങ്ങൾ ബേസിക്കായി പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. നോക്കുക, ഇത്രയും കാര്യങ്ങൾ ടൈമുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മാത്രമേ ഈ ചാപ്റ്ററും അടുത്ത ചാപ്റ്ററും ഒക്കെ മനസ്സിലാവുള്ളൂ. എന്താണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, എന്താണ് ആക്സിലറേഷൻ, ഇതൊക്കെ ടൈമുമായുള്ള കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് ഏതൊക്കെയാണ്, അതിൻ്റെയൊക്കെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയൊക്കെയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ബേസിക്കായ ഡിഫറൻസ്, ഡിസ്പ്ലേസ്മെൻറ്റിന് എന്തുണ്ടാവും? ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടാവും. പ്രത്യേകിച്ച് വേറെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് ഇത് സ്കെയിലാറാണ്, ഇത് വെക്ടറാണ്. ദെൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. വെലോസിറ്റി ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അപ്പോൾ ഇതും ഒരു വെക്ടറാണ്. ഒരു സ്പെസിഫിക് ഡയറക്ഷൻ ഉണ്ടാവും. റോക്കറ്റിനൊക്കെ നമ്മൾ വെലോസിറ്റിയിലാണ് പറയുക. ബാക്കിയുള്ള വാഹനങ്ങൾക്കൊക്കെ സ്പീഡോമീറ്ററാണ് സ്പീഡ്, കാരണം അതിന് ഡയറക്ഷൻ പറയാൻ പറ്റില്ല. ദെൻ ഈ വെലോസിറ്റി ടൈമിനനുസരിച്ച് മാറ്റം വരുമ്പോൾ വെലോസിറ്റി കൂടുമ്പോഴോ കുറയുമ്പോഴോ ആണ് എന്തുണ്ടാവുക? ആക്സിലറേഷൻ ഉണ്ടാവുക. കൂടുമ്പോഴും കുറയുമ്പോഴും. പക്ഷെ കുറയുമ്പോൾ പേര് മാറും. ഡീസിലറേഷൻ അല്ലെങ്കിൽ റിട്ടാർഡേഷൻ എന്നൊക്കെയാണ് പറയുക. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടൈം വെച്ചിട്ടുള്ള 3 ഇക്വേഷൻസ് ഏതൊക്കെയായിരുന്നു? വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആൻഡ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആൻഡ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ഈ 3 ഇക്വേഷൻ്റെയും ഒരു ഡെറിവേഷൻ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. പ്രത്യേകിച്ച് രണ്ടാമത്തത് ഫ്രം ദ ഗ്രാഫ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഗ്രാഫുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഈ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോവാണ്. ദിസ് ഈസ് എ വെലോസിറ്റി ടൈം ഗ്രാഫ്. ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. കുറേ കാര്യങ്ങൾ ഈ ഒരൊറ്റ ഗ്രാഫിൽ നിന്ന് തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്രാഫ് വരച്ചത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കൂടെയാണ്. നോക്കൂ, നിങ്ങൾ 0 മുതൽ 4 സെക്കൻഡ് വരെ ആ വെലോസിറ്റി ഇങ്ങനെ ക്രമമായി കൂടി വരികയാണ് ചെയ്തത്. ഇങ്ങനെ 5, 10 ഒരുപോലെ കൂടി വരുന്നു. ലീനിയറാണ് ഗ്രാഫ്. 4 സെക്കൻഡ് വരെ ക്രമമായി ലീനിയറായി വെലോസിറ്റി കൂടി കൂടി 10 വരെ എത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഈ ഒരു നാച്ചുറൽ നിങ്ങൾ കണ്ടാൽ അതിൻ്റെ അർത്ഥം അത് യൂണിഫോം ആക്സിലറേഷനിലാണ്. പോസിറ്റീവാണ്, കൂടി വരുന്നു. യൂണിഫോം ആക്സിലറേഷൻ. വെലോസിറ്റി ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ആക്സിലറേഷൻ ഇങ്ങനെ കൊടുക്കുന്ന ഒരു പോലെ. ഇനി നോക്കൂ, 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ ഈ ഒരു ഭാഗം 4 സെക്കൻഡ് മുതൽ 8 സെക്കൻഡ് വരെ വെലോസിറ്റി പിന്നെ 10 തന്നെയാണ്. അതിൻ്റെ അർത്ഥം പിന്നീട് ആക്സിലറേഷൻ ഇല്ല.
അപ്പോൾ ആക്സിലറേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ഒരുപോലെ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ നമുക്ക് യൂണിഫോം മോഷൻ എന്നോ യൂണിഫോം വെലോസിറ്റി എന്നോ പറയാം. ഇത് യൂണിഫോം ആക്സിലറേഷൻ ആണ്, ഇത് യൂണിഫോം വെലോസിറ്റി. ആക്സിലറേഷൻ 0 ആണ്. അപ്പോൾ അതൊരു എക്സാമ്പിൾ കൂടെയാണ്. ആക്സിലറേഷൻ മോഷൻ ഉണ്ടായിട്ടും ആക്സിലറേഷൻ 0 ആവുന്നതിന് എക്സാമ്പിൾ ആൻ ഒബ്ജക്റ്റ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി. ഇത് നോക്കൂ നിങ്ങൾ, 8 സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് ആയപ്പോഴേക്കും ആ വെലോസിറ്റി ക്രമമായി കുറഞ്ഞു വരുന്നു. ബ്രേക്ക് പിടിച്ചത് ആലോചിച്ചാൽ മതി. അപ്പോൾ കുറഞ്ഞു വരികയാണ്, പക്ഷേ ക്രമമായിട്ടാണ് വെലോസിറ്റി കുറഞ്ഞു വന്നത്. അപ്പോൾ എന്തായാലും ആക്സിലറേഷൻ നെഗറ്റീവാണ്, നെഗറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പോൾ അത് പക്ഷേ എന്താണ്? ഒരുപോലെ ആയതുകൊണ്ട് യൂണിഫോം ആക്സിലറേഷൻ തന്നെയാണ്. പക്ഷേ എന്താ? സ്ലോപ്പ് നെഗറ്റീവാണ്, ഇവിടെ സ്ലോപ്പ് പോസിറ്റീവാണ്. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഈ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടാക്കിയ ഷേപ്പിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും? അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. വെലോസിറ്റി ടൈം ഉണ്ടാക്കിയ ആ പാറ്റേണിൻ്റെ അതിന് അടിയിലുള്ള ആ ഷേപ്പിൻ്റെ ഏരിയ കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? ആ സമയത്ത് ഉണ്ടാക്കിയ ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഈ 4 സെക്കൻഡ് വരികയാണെങ്കിൽ ഈ ട്രയാങ്കിളുടെ കണ്ടാൽ മതി. 10 സെക്കൻഡ് വരികയാണെങ്കിൽ ഈ മുഴുവൻ ഷേപ്പിൻ്റെയും കണ്ടാൽ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. അപ്പോൾ വെലോസിറ്റി കിട്ടും, ആക്സിലറേഷൻ കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. എന്ത് ഗ്രാഫിൽ നിന്ന്? വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ ആ കൈനമാറ്റിക് ഇക്വേഷൻ അല്ലെങ്കിൽ ഇക്വേഷൻ ഓഫ് മോഷനിലെ രണ്ടാമത്തത് എപ്പോഴും ചോദ്യം വരാറുള്ളതാണ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ നിന്നും അത് ഡിറൈവ് ചെയ്ത് കണ്ടെത്താൻ. അപ്പോൾ അത് മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഈ ഗ്രാഫ് ഇനീഷ്യലി, അതായത് തുടങ്ങുമ്പോൾ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി യുവിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്ത് തുടങ്ങുകയാണ്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ടി എന്ന സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി വി ആയി. അതായത് നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിനൊരു ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ട്, 0 എന്നല്ല തുടങ്ങിയത്, യു എന്ന് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വി ആയി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എസ് ഡിസ്പ്ലേസ്മെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ് എന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത്രയും യു ആണ്, ഇവിടെ വരെ വി ആണെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്തായിരിക്കും? ഇത് യു, ഇത്രയും വി ആണെങ്കിൽ ഇത് തീർച്ചയായിട്ടും വി മൈനസ് യു. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താ? ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ആ വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ടാക്കിയ ഷേപ്പിൻ്റെ ഏരിയ കണ്ടെത്തിയാൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ്, പിന്നെ ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണല്ലോ. ഇനി റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കാണൽ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ ഇത്രയും ലെങ്ത് എന്താ? ടി ആണ്. ഇത്രയും ബ്രെഡ്ത്ത് എന്താ? യു ആണ്. പ്ലസ് ദെൻ ഇതൊരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിളാണ്, ത്രികോണമാണ്, മട്ടത്രികോണമാണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് എന്താ? ടി ആണ്. ദെൻ ഇൻറ്റു ഹൈറ്റ് എന്താ? എച്ച്, വി മൈനസ് യു. ഇത്രയും കറക്റ്റാണോ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എഴുതി, ട്രയാങ്കിളിൻ്റെ ഏരിയ എഴുതി. ദെൻ നമുക്കൊന്ന് നന്നാക്കി എഴുതാം. ഇത് യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി. ഞാനിവിടെ ഒന്നുകൂടെ എഴുതുന്നു. ഇവിടെ ഉള്ളത് വി മൈനസ് യു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ ആക്സിലറേഷൻ്റെ വി മൈനസ് യു ബൈ ടിയിൽ നിന്ന് വി മൈനസ് യു എന്തായിരിക്കും? വി മൈനസ് യു നമുക്ക് എ ടി എന്ന് എഴുതിക്കൂടെ? ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് വി മൈനസ് യു ഈക്വൽ ടു എ ടി ആണെങ്കിൽ ഇതാ ഞാൻ ഈ വി മൈനസ് യുവിന് പകരം ഇവിടെ എ ടി എന്ന് കൊടുക്കും. ഇതാ നമുക്ക് ഇക്വേഷൻ കിട്ടി. യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ഇവിടെ ഒരു എ ഉണ്ട്, എ ആദ്യം എഴുതി, ഒരു ടിയും മറ്റൊരു ടിയും, ടി സ്ക്വയർ. എസ് ഏരിയ കണ്ടാൽ ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. സോ ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അതിൽ മറ്റൊരു ടോപ്പിക് ഉണ്ട്, ഫ്രീ ഫാളിങ്. കാരണം ഇതിൽ വരാൻ കാരണം ഫ്രീ ഫാളിങ്ങിൽ വെലോസിറ്റി ഇങ്ങനെ ക്രമമായി കൂടി വരിക ചെയ്യുക. അപ്പോൾ ആക്സിലറേഷൻ യൂണിഫോം ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ അതുകൂടെ ഒന്ന് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. അതിൻ്റെ എക്സ് ടി ഗ്രാഫ്, വി ടി ഗ്രാഫ്, എ ടി അല്ലെങ്കിൽ ജി ടി ഗ്രാഫ്. പ്രോബ്ലമൊക്കെ വരുമ്പോൾ ഒബ്ജക്റ്റ് മേലേക്കോ താഴേക്കോ ഒക്കെ പോകുമ്പോൾ ഉള്ള പ്രോബ്ലമാണ് തന്നെങ്കിൽ അത് നിങ്ങൾ ആക്സിലറേഷൻ തിരഞ്ഞാൽ കാണില്ല. അപ്പോൾ ജീൻ്റെ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ വാല്യൂ എത്രയാണ് നിങ്ങൾക്ക് അറിയണം? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? അപ്പോൾ ഈ 3 ചാപ്റ്ററിന് വന്നിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ശരിയായിട്ട് ചെക്ക് ചെയ്തിട്ട് ഓരോന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ താഴെ നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു.